അന്തിക്ക് കുന്തി ദേവി നീ എന്തിനാടി അനിയുടെ പുറകെ നടക്കുന്നത്? നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അവന്റെ പുറകെ ഇങ്ങനെ നടക്കരുതെന്ന്. നിനക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ് നിന്റെ ഭർത്താവ് വേറെ വല്ലവരുടെയും പുറകെ നടക്കുന്നത്. തച്ചൻ ചത്ത തച്ചത്തി തടിച്ച തച്ചത്തി തച്ചൻ ചത്ത തത്തല്ല കുയില്. ആടലോടകം തിന്നിട്ട് ആടോല ഞാൻ പോയി ഇങ്ങനൊന്നും പറഞ്ഞൂടാ. ഉരുളിയില് നയനേനെ വിളിക്കും, എന്നിട്ട് ഒരു 10,000 രൂപ ഗൂഗിൾ പേ ചെയ്യാൻ പറഞ്ഞാൽ മതി. ഹലോ എടി എവിടാ നീ? നിന്റെ ഒരു 3,000 ഉണ്ടോ എനിക്ക് അയക്കാൻ? അപ്പൊ അനി നന്ദുവിനൊന്ന് സ്നേഹത്തോടെ പ്രൊപ്പോസ് ചെയ്ത്. ചിരിക്കല്ലേ? ഇത് നവരസങ്ങൾ 5 എണ്ണം കാണിക്കണം. ആശ്ചര്യം. അനുരാഗത്തിൻ വേളയിൽ വരമായി വന്നൊരു സന്ധ്യയിൽ ബുദ്ധി ചിന്ത അല്ല നായകയുടെ പേരാ പറയാൻ നോക്കുന്നത്. അതാണെന്ന് തോന്നുന്നത്. ഇംഗ്ലീഷിലൊക്കെ കൂട്ടിയതാ. അബിയുടെ ഒരു ഇന്റർവ്യൂ വൈറലായിരുന്നു, അത് കണ്ടിട്ടുണ്ടായിരുന്നു? എങ്ങനെയായിരുന്നു റെസ്പോൺസും കാര്യങ്ങളൊക്കെ? ചർച്ച ചെയ്തിരുന്നു അതിനെ കുറിച്ച്? എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ടാലന്റഡ് ആർട്ടിസ്റ്റ് ആണ്. നടത്തത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ബോഡി ലാംഗ്വേജിലൊക്കെ അതുണ്ട്. അപ്പൊ അതിന് നമുക്ക് ഒരിക്കലും അത്രേ ഉള്ളൂ. അപ്പൊ സത്യം പറഞ്ഞ ഞങ്ങൾക്ക് അതൊരു ഇത്ര കാലമായിട്ട് നന്ദു അനാമികയുടെ കള്ളത്തനങ്ങൾ പിടിക്കുമോ? അനിയും നന്ദുവും തമ്മിൽ ഒന്നിക്കുമോ? അനാമിക അതിന് സമ്മതിക്കുമോ? അപ്പൊ ഇതൊക്കെ നമുക്ക് കാണാം. നമുക്ക് ക്യാരക്ടറിൽ നിന്ന് തിരിച്ചു എന്നാ നമുക്ക് ഒരു അടിപൊളി സെഗ്മെന്റ് ഉണ്ട്, അതിലോട്ട് അങ്ങോട്ട് കിടന്നാലും. ഇതിൽ കുറച്ച് ടങ് ട്വിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ ധൈര്യമായിട്ട് ഓരോന്ന് എടുക്കുക, അങ്ങോട്ട് പറയുക. തെറ്റിക്കുന്നവർക്ക് വേറൊരു ടാസ്ക് അപ്പപ്പോ തരാം. ഓക്കെ അല്ലേ? ആരാ ആദ്യം എടുക്കുന്നത്? വിഷ്ണു. എനിക്ക് ഒട്ടും വരൂല്ല. 3 വട്ടം വായിക്കുന്നേ. തച്ചൻ ചത്ത തച്ചത്തി തടിച്ച തച്ചത്തി. സ്പീഡില് 3 വട്ടം വായിച്ചാ മതി. തച്ചൻ ചത്ത തച്ചത്തി തടിച്ച് തച്ചത്തി തച്ചൻ ചത്ത തത്തല്ല കുയില്. ഞങ്ങളും വരട്ടാ. ഒന്നും കൂടെ നോക്കട്ടെ. നീ നോക്കണമെന്ന് എനിക്ക് തുണ്ടൊക്കെ വെച്ചിട്ട് അപ്പുറം ഇരുന്ന് കാണാതെ പഠിക്കുന്നത് ഇതല്ല, ഇങ്ങനെയൊക്കെ. അതെ, ഇവൻ പണ്ട് കോപ്പി അടിച്ചതിലൊക്കെ ഇങ്ങനെയൊക്കെ നോക്കുന്നത്. കോപ്പി അടിച്ച കഥ അപ്പൊ നമുക്ക് അറിയാനുണ്ട്. ഇതിന് ശേഷം ചോദിക്കുന്നതായിരിക്കും. പരീക്ഷയൊന്നും അല്ലല്ലോടാ. തച്ചൻ ചത്ത തച്ചത്തി തടിച്ച് തച്ചത്തി തച്ചൻ തച്ച തച്ചത്തി തടിച്ച് തച്ചത്തി തോറ്റു. അവിടെ വെച്ചോ, തോറ്റു. കുഞ്ഞു വല്ല ടാസ്ക് ഉണ്ടോ? ഇത് പാടില്ല, ഇനി വേറെ. ശരി, അതില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ടാസ്ക് എന്നാ ഇപ്പൊ ഞാൻ തരട്ടെ. അറിയാലോ. അപ്പൊ അനി നന്ദുവിനൊന്ന് സ്നേഹത്തോടെ പ്രൊപ്പോസ് ചെയ്ത്. എന്നാലും ഭയങ്കര റിയൽ ആയിട്ട് സ്നേഹത്തോടെ. ഇതെന്തായാലും ഇതാ, കാരണം ഇവളേനെ ഇരുത്തിയിട്ട് ചെയ്യാൻ കിട്ടുന്നൊരു അവസരമാണല്ലോ അല്ലെ? അതെ അതെ. പ്രപ്പോസ് മീ. ഭയങ്കര പ്രശ്നം ഞങ്ങള്. ഇവനുണ്ടല്ലോ, വേറെ ഇവൻ ഷോർട്ടിനൊക്കെ ഒന്ന് ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെ ചെയ്യുന്നതന്നെ. ഫ്രണ്ട് വന്നത് സജഷൻ ഒക്കെ വെക്കുമ്പോ നമ്മളിവിടെ ഇമോഷണൽ ആയിട്ട് ഇങ്ങനെ ദേഷിച്ച്. ഇന്നലെ ഞാൻ കൊടുത്തു. ഇന്നലെ ഇങ്ങനെ വന്നിട്ട് ഞാൻ ഇങ്ങനെ ദേഷ്യപ്പെടാ ഇങ്ങനെ ഫ്രണ്ടിന്. എനിക്ക് ഇവരുടെ ഞാനിങ്ങനെ ദേഷ്യത്തൊക്കെ പല സമയത്ത് ഫ്രണ്ടിന്
തരുന്നുണ്ട് ഇത് ടാസ്ക് ആട്ടോ, ഇല്ലേ അടുത്ത ഞാൻ തരും. ഓക്കെ, ചിരിക്കരുതേ. എനിക്ക് ചിരിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. ചിരിക്കല്ലേ? പിന്നെ ഞാൻ പിന്നെ തിരിഞ്ഞിരിക്കാം. കണ്ട, നിന്നെ കൊണ്ട് ഇതിനൊന്നും പറ്റൂലടാ അപ്പുറത്തുനിന്ന്. നന്ദു, ഇത് ഞാൻ പറഞ്ഞില്ലേ, എന്നെ കൊണ്ട് പറഞ്ഞു. അനി ഇത് വെല്ലുവിളിയാണ്. പിന്നെ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. അനി ഏത്? അത് ഓ, ഇത് പറ്റില്ല. അത് പറ്റും. നന്ദു, പറയണേ. നമ്മള് ഇങ്ങനെയൊക്കെ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. നീ എന്തേലും ഒരു തീരുമാനം എടുത്ത് നോക്കും. സോ അല്ല, ഒരു തീരുമാനം എടുക്കണം. നീ എന്ത് പറഞ്ഞാലും ഞാൻ അതിന് കട്ടക്ക് കൂടെ നിൽക്കും. പക്ഷെ നിന്റെ സൈഡിൽ നിന്ന് ആത്മാർത്ഥമായിട്ടുള്ളൊരു മറുപടി എനിക്ക് കിട്ടണം. എന്ത് മറുപടി? ഇഷ്ടാണെന്നുള്ളതും കല്യാണം കഴിക്കണം എന്നുള്ളതും. കണ്ടോ കണ്ടോ, ഞാൻ സീരിയസ് ആയി പറഞ്ഞു വന്നായിരുന്നു. ഇത് തെറ്റി. ടാസ്ക് ഓക്കെ ഓക്കെ, അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല പ്രപ്പോസൽ ആയിരുന്നു. പക്ഷെ ഇടയ്ക്ക് വെച്ച് ചിരിച്ചു പോയി. ഇവിടെ ചിരിച്ചു പോയി. അത് കഴിഞ്ഞില്ലേ 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 ഇനി ഒന്നുകൂടെ ചെയ്യണമെന്നുള്ളത് പ്രപ്പോസ് ചെയ്തു. ചെയ്തതിനു ശേഷമല്ലേ ഞാൻ ചിരിച്ചേ. നിന്റെ മറുപടിയും കൂടെ ഉണ്ടായിരുന്നു. വേറൊരു പോയിന്റ് കൂടെ ഉണ്ടായിരുന്നു. തട്ടി വിടുന്ന പോയിന്റ് ഉണ്ടായിരുന്നു. കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കട്ടെ. നല്ലത് മാത്രം കിട്ടണേ. ഇവിടെ ഇലുമിനാറ്റിയാ ചിലപ്പോ പറയും. ആടലോടകം തിന്നിട്ട തോറ്റു. ഇല്ല, അത് ശ്രമിക്കണ്ടേ? ശ്രമിക്കണം. തിന്നിട്ടാടോടലായി ഓടലായി ആടലോടകം തിന്നിട്ടാടോടലായി ഓടലോടലായി ആടലോടകം തിന്നിട്ടാടോടലായി ഓടലോടലായി ആടലോടകം തിന്നിട്ടാടോല. പോയി കൊടുക്ക ടാസ്ക്. ഇങ്ങനൊന്നും പറഞ്ഞൂടാ. അതെ അത് പോയില്ലേ? ഇനി ട്രൈ ചെയ്യുന്നുണ്ടോ? ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ആടലോടകം തിന്നിട്ടാടോടലായി ഓടലോടലായി ആടലോടകം തിന്നിട്ടാടോടലായി ഓടലോടലായി ആടോടലകം. എന്തൊരു സന്തോഷം തെറ്റിപ്പോന്നറിയാ ആ രണ്ട് മുഖത്തും. അപ്പൊ ടാസ്ക് റെഡിയല്ലേ? ടാസ്ക് ഞാൻ തരാം. ടാസ്ക് നവരസങ്ങൾ 5 എണ്ണം കാണിക്കണം. ഇപ്പൊ തന്നെ 1 വന്നു, 2, 3. ഞങ്ങള് പറയൂട്ടോ. അല്ലെ, ഞങ്ങള് പറയുന്നല്ലേ ചെയ്യേണ്ടത്. ഇതൊക്കെ മനസ്സിലാവണം. അതും കൂടെ ഉണ്ട്. ഈ ബീവൽസം എന്നൊക്കെ പറഞ്ഞ എന്താ? അത് ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നീ അവിടെ നോക്കിട്ട് പറഞ്ഞത്. ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാം. വേറെ എന്തെങ്കിലും ടാസ്ക് ഉണ്ടോ? 5 എണ്ണം, അതാണ് ഞങ്ങളുടെ ടാസ്ക്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ശരിയാക്കി പറഞ്ഞാ മതിയോ? ഇല്ല, അതിന് പറ്റില്ല. അതിനുള്ള അവസരം കഴിഞ്ഞു. ഇത് ചെയ്യണം. ആശ്ചര്യം. അടുത്തത് ശൃംഗാരം. അടുത്തത് ഏത് കൊടുക്ക? അതവൾക്ക് അറിയില്ല, എനിക്കറിയില്ല. നമുക്ക് പറയാലോ. അതെനിക്കറിയില്ല. അത്ഭുതം ആശ്ചര്യമൊക്കെ ഏകദേശം ഒന്നല്ലേ. വേറെ എന്തെങ്കിലും കുറച്ചും കൂടെ ഹെവി ആയിട്ടുള്ളത് പറയും. ആകെ നവരസമ്പതല്ലേ പിന്നെ വേറെ ഏത് ഹെവി? ഭയാനകം. അവിടെ ക്യാമറ. അടുത്തത് സങ്കടം. സങ്കടോ അങ്ങനെ ഒരു നവരസ ഇതെന്തോ സങ്കടത്തിന് നവരസല്ലേ? അതെന്താ വിഷമം. പിന്നെ അല്ല, ഇല്ല, ഞാൻ സീരിയസ്. വേറെ നവരസം
അല്ല നവരസം ഇല്ലേ, സങ്കടം ഇല്ലേ? എനിക്ക് നവരസം ഏതൊക്കെയാ? അറിയില്ലല്ലോ. ഹാസ്യം, കരുണം. പിന്നെ ഇത്ര കരുണം. അല്ലല്ല ഇതില് തീരുമാനാക്കട്ടെ. സങ്കടം ഇല്ലേ? ദയാണോ സങ്കടം? അതാണോ സങ്കടം? അയ്യോ ഇതൊരു വലിയ ചോദ്യമാണല്ലോ അപ്പൊ. വിഷ്ണുവിന്റെ ചോദ്യം പ്രേക്ഷകരെ നിങ്ങൾ കേൾക്കുക. അല്ല ശരിയല്ലേ, നോക്ക് സങ്കടം എന്ന് പറയുമ്പോ അതിനൊരു വേറെ റിയാക്ഷൻ അല്ലേ, വേറെ ഇമോഷൻ അല്ലേ. അപ്പൊ അതിന് നമുക്ക് പ്രശ്നം ഉണ്ടാക്കാം. നീ ചെയ്യടി. ശരി, നീ എന്നാ കരുണം ചെയ്യും നോക്കട്ടെ. അത്രയും മതി. മിനിമലാ മതി, മിനിമൽ മതി, ഓവറൊന്നും വേണ്ട. അവിടെ കരുണം കണ്ടിരുന്ന് ചിരിക്കുന്നയാ. ചെയ്ത എന്താന്ന് പറഞ്ഞു? കരുണം. ഇനിയില്ല, നാലായിട്ടേ ഉള്ളൂ. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. ഇനിയിപ്പോ ഏതാ പറയാ? ഹാസ്യം. ആദ്യം തുടങ്ങിയത് അങ്ങനെയാ, പിന്നെ സ്വന്തമായിട്ട് ചിരിച്ചു പോയതാ. മതി കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. അതെ. പുല്ലിക്കൊക്കെ എടുക്കുന്നുണ്ട്. ഈശ്വര, നല്ലത് കിട്ടിയാ മതിയായിരുന്നു. നല്ലതാണെന്ന് തോന്നുന്നു. ചെറുതാണോ? ഉരുളിയില് ഉരുളലോടുരുളൽ. ഉരുളിയിലെ കുരുമുളക് ഉരുളലോടുരുളൽ. നീ എന്നെ പറഞ്ഞോ. ഉരുളിയിലെ കുരുമുളക് ഉരുളലോടുരുളൽ. ഉരുളിയിലെ കുരുമുളക് ഉരുളലോടുരുളൽ. മുരളി പോയി തെറ്റി. മുരളിയിലെ മുരളി. ഒന്നുകൂടെ പറഞ്ഞു നോക്കുന്ന കാണാതെ നോക്കി വായിക്കല്ലേ. ഇല്ല, കുട്ടി പറയട്ടെ. എന്തുവായിരുന്നു? ഇനി കാണിക്കണ്ട. ഉരുളിയിലെ കുരുമുളക് ഉരുളലോടുരുളൽ. ഉരുളിയിലെ ഉരുളിയല്ല, ഉരുളിയല്ല, വാർപ്പ. അതെ, ടാസ്ക് ഞാൻ ഇപ്പൊ തരാം. ക്രിയേറ്റ് സീൻ വിത്ത് നന്ദു. എങ്ങനെയെന്നറിയോ? ഇനി എന്റെ ഭർത്താവിന്റെ പുറകെ നടക്കരുത്. ഡയലോഗ് കംപ്ലീറ്റ് ആയില്ല. ഇവിടെ തലയിടിച്ച് പൊട്ടിക്കുന്നൊക്കെ പറഞ്ഞോ? ആത്മാർത്ഥമായിട്ട് സീരിയസ് ആയിട്ട്. നീ എന്തിനാടി അനിയുടെ പുറകെ നടക്കുന്നത്? നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അവന്റെ പുറകെ ഇങ്ങനെ നടക്കരുതെന്ന്. നിനക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ് നിന്റെ ഭർത്താവ് വേറെ വല്ലവരുടെയും പുറകെ നടക്കുന്നത്. ഇമോഷണൽ ഡാമേജ്. ഓക്കെ, ഇനി എങ്ങാനും അവന്റെ പുറകെ തലമണ്ട അടിച്ച് ഞാൻ പൊട്ടിക്കും. നീ ഇങ്ങോട്ട് വന്നേ തലമണ്ട അടിച്ച് പൊട്ടിക്കാൻ. ഞാൻ തലയും വെച്ചോട്ട് നിന്നേരല്ലേ നിനക്ക് എന്റെ തലമണ്ട അടിച്ച് പൊട്ടിക്കാൻ. കുറച്ച് എന്നാലും സീരിയസ് ആയിട്ട് പ്രേക്ഷകരുടെ അഭ്യർത്ഥന പ്രകാരം ഒരു ചീത്ത വിളി. ഇനി അവന്റെ പുറകെ നടന്നത് ഞാൻ അറിഞ്ഞാ നീ എന്ത് ചെയ്യും? നിന്റെ തലമണ്ട അടിച്ച് ഞാൻ പൊട്ടിക്കും. പറഞ്ഞേക്കാം, തലമണ്ട അടിച്ച് പൊട്ടിക്കാനായിട്ട് ഇങ്ങോട്ട് വാ. നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ? നിനക്ക് നിന്റെ ഭർത്താവിനെ വേണമെങ്കിൽ നീ അവനെ പറഞ്ഞ് മനസ്സിലാക്കണം. ഞാനാണോ അവനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? നീ അവന്റെ പുറകെ നടക്കുന്നുണ്ട്, അവൻ നിന്റെ പുറകെ വരുന്നേ. ഞാൻ അവന്റെ പുറകെ നടക്കുന്നത് നീ കണ്ടോ? നിന്റെ ഭർത്താവ് എന്റെ പുറകെ നടക്കുന്നത് എടുക്കുന്ന എന്തിനാ? അവന്റെ മെസ്സേജിന് റിപ്ലൈ കൊടുക്കുന്ന എന്തിനാ? നീ പിന്നെ അവന്റെ ഫോൺ എടുത്ത് വല്ല ലോക്കറിലും വെച്ച് പൂട്ടി വെക്കി. വെക്കൂ. ഇനി വെക്കൂന്ന് പറയണ്ട, വെക്ക്. അപ്പൊ അതൊരു തീരുമാനം. സൂക്ഷിച്ചോട്ടാ, ലോക്കറിൽ വെക്കൂന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അതിന്റെ ഇടയില് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. ഓക്കെ സെക്കൻഡറി ഫോൺ കാണേണ്ടിയിരിക്കും. നെക്സ്റ്റ് റോ. ഇനി എന്ത് കഴിഞ്ഞ? അതിലിനി 3 കൂടെ ഉണ്ട്. അത് വേണം. നല്ല റൗണ്ട് അല്ലേ? നല്ലായിട്ടുണ്ട്. ഇതന്നെയാണോ ടങ് ട്വിസ്റ്റർ തന്നെയാണോ? വീണ്ടും ഞാൻ പറയും. അയ്യോ, അത് ഞാൻ പറയാറുണ്ട്. കൊണ്ടിൽ വീണു. അയ്യോ, ഇതിന്റെ വേറൊരു സാധനം എനിക്കറിയാം. അത് പറഞ്ഞു. അല്ല അത് ഭയങ്കര. അല്ല അതിൽ ഈ പറഞ്ഞ കുന്തിയുണ്ട്, കിണ്ടിയുണ്ട്, കഴുകുന്നുണ്ട്, എല്ലാം ഉണ്ട്. ഉരുണ്ട് വീഴുന്നുണ്ട്. കുന്തി ദേവി കിണ്ടി കഴുകുമ്പോൾ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. നിനക്കറിയാവുന്നത് എന്താ? കിണ്ടി കഴുകുന്നതിനിടയിൽ കിണ്ടി കൊണ്ടുപോയത് കുന്തി കണ്ടില്ല. ഇല്ല, ഇതോ എനിക്ക് അതിനുള്ള കഴിവില്ല. എനിക്ക് ഓർത്തു വെക്കാനുള്ള കഴിവില്ല. പ്ലീസ് നിങ്ങൾ മനസ്സിലാക്കും. കുട്ടിക്ക് ടാസ്ക്. ഞാനൊരു ബാക്ക് ബെഞ്ച് സ്റ്റുഡന്റ് ആണ്. അതൊന്ന് പറയാൻ നോക്ക്.
അന്തിക്ക് നിക്ക്. നീ പറയണം ഇത് നീ പറയണം. കിണ്ടി കഴുകും. അന്തിക്ക് കുന്തിദേവി പറയട്ടെ. അന്തിക്ക് കുന്തിദേവി ഏയ് ചിരിക്കാതിരിക്കണം. വിഷ്ണു 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 മതി. അന്തിക്ക് കുന്തിദേവി അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴുകുമ്പോൾ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. പറയ്. നിനക്കല്ലേ. അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴുകുമ്പോൾ അതിലൊരു കിണ്ടി കുണ്ടിലുണ്ട്. എനിക്ക് പറ്റില്ല ടാസ്ക് നടക്കുന്നില്ല. ഓക്കെ ഇപ്പൊ തരാം. സിംഗ് എ സോങ്. സാഹചര്യത്തിന് പറ്റിയൊരു പാട്ട് അങ്ങോട്ട് പാടിക്കോ. അയ്യോ എനിക്ക് പക്ഷെ പാടാൻ അത് അറിയില്ല. കുഴപ്പമില്ല, അതല്ലേ അതെങ്കിലും പാടിക്കോടാ. അത് സ്ഥിരം ഞാൻ കേൾക്കുന്ന ഒരു പാട്ടാ. മോളുള്ളതുകൊണ്ട് ശ്രമിക്കുക കേട്ടോ. അനുരാഗത്തിൻ വേളയിൽ വരമായി വന്നൊരു സന്ധ്യയിൽ മനമേ നീ പാടൂ പ്രേമാർദ്രം. കയ്യടിക്ക്. മതി മതി മതി. അത്ര ലേനം മതി. മതി. അടുത്തേക്ക് പോവാം. കൂടുതൽ പാടുപെടും. ദൈവമേ ഇതെങ്കിലും നീ എന്റെ കൂടെ നിക്കണം. കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട, കഴിഞ്ഞ പ്രാവശ്യം പറ്റിയതാ. ഒരു ലോഡുണ്ടല്ലോ, നോക്കട്ടെ. ചരൽ 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 മണലുരുളൂല. ചരൽ ഉരുളുമ്പോൾ. ഇത് ഈസിയാണ്, ഇത് ഈസിയാണ്, ഇത് ഈസിയാ. ചരൽ ഉരുളുമ്പോൾ മണൽ ഉരുളൂല. നിനക്ക് നേരത്തെ എനിക്ക് ഈസി ആയിരുന്നു. ബാക്കി വായിക്കട്ടെ. മണൽ ഉരുളുമ്പോൾ ചരൽ ഉരുളുമ്പോൾ മണൽ ഉരുളൂല. മണൽ ഉരുളുമ്പോൾ ചരൽ ഉരുളൂല. പിന്നെ ചരൽ ഉരുളുമ്പോൾ മണൽ ഉരുളൂല. മണൽ ഉരുളുമ്പോൾ ചരൽ ഉരുളൂല. മണൽ ഉരുളുമ്പോൾ ചരൽ ഉരുളൂല. ചരൽ ഉരുളുമ്പോൾ മണൽ. ഇപ്പം രസങ്ങളൊക്കെ വരും. കഴിഞ്ഞു. തെറ്റിച്ചു. ഇതൊക്കെ മോശാട്ടോ. ഇല്ല, ഒന്നുകൂടെ ട്രൈ ചെയ്താൽ. ചരൽ ഉരുളുമ്പോൾ മണൽ ഉരുളൂല. മണൽ ഉരുളുമ്പോൾ ചരൽ ഉരുളൂല. ചരൽ ഉരുളുമ്പോൾ മണൽ ഉരുളൂല. മണൽ ഉരുളുമ്പോൾ ചരൽ ഉരുളൂല. ചരൽ ഉരുളുമ്പോൾ മണൽ ഉരുളൂല. മണൽ ഉരുളുമ്പോൾ ചരൽ ഉരുളൂല. അപ്പൊ ആ സന്തോഷത്തിൽ ഒരു ടാസ്ക് അങ്ങോട്ട് തരാം. അല്ല, അത് ആദ്യമേ പറഞ്ഞത് എന്താണെങ്കിലും ഒരു ടാസ്ക് ഉണ്ട്. തെറ്റിയാലും ശരിയാക്കിയാലും ഉണ്ട്. ഞാനങ്ങനെ ഒരു റൂൾ ഇട്ടില്ലേലും ബ്രോ ഇട്ടപ്പോ എനിക്ക് സന്തോഷമായി. ടാസ്ക് ഉണ്ട്. ഞാനത് മനസ്സ് ഞാൻ വായിച്ചു. അതെ, മനസ്സങ്ങോട്ട് വായിച്ചു കൊടുക്കാം. അപ്പോ നയനേനെ വിളിക്കും, എന്നിട്ട് ഒരു 10,000 രൂപ ഗൂഗിൾ പേ ചെയ്യാൻ പറഞ്ഞാൽ മതി. ഷോപ്പിങ്ങിലാണ് പെട്ട് നിൽക്കുക, സർവർ ഡൗൺ. നമുക്ക് മനസ്സിലാവുണ്ടാവും. കുഴപ്പമില്ല, എന്താ പറയുന്നേന്ന് കേൾക്കാലോ. 10,000 വേണോ? എത്ര? ഒരു 3000 ചോദിക്കും. അതെ, സ്പീക്കറിലിടണേ. സൗണ്ട് അവൻ കിടന്നുറങ്ങൊക്കെ എത്ര 1:30 മണി. ഹലോ എടി, എവിടെ നീ? ഉറക്കായിരുന്നോ? കേട്ടൂടാ. നിന്റെ ഒരു 3,000 ഉണ്ടോ എനിക്ക് അയക്കാൻ? എന്റെ കൊച്ചു കണ്ടോ, അനിയത്തിനോടുള്ള സ്നേഹം കണ്ടോ? 10,000 ചോദിക്കാമായിരുന്നു. എടി, ഇന്റർവ്യൂവിന് ഇരുന്നിട്ട് വിളിച്ചതാ. കുട്ടി ഉറക്കത്തില്ല. എടി, ഞാൻ ഇന്റർവ്യൂവിന് ഇരിക്കുക, ഇവരെനിക്കെന്ന ടാസ്ക് ആയിരുന്നു. കണ്ടോ ചേച്ചിക്ക്? കണ്ടോ സ്നേഹം കണ്ടോ? അപ്പൊ തന്നെ പറഞ്ഞു ഇട്ട് തരാന്ന്. കുട്ട ഉറങ്ങിക്കോ നീ. ബൈ.
പാവം. ശരി ശരി 10,000 പറയിക്കോട്ടാ. ചോദിച്ചാലും കിട്ടുമായിരുന്നു. ഓക്കെ. ഓക്കെ ബൈ. നാളെ തൊട്ട് വിളിക്കണം ഒരു 10,000 ചോദിക്കാൻ തന്നെ. അവളിങ്ങനെ വിചാരിക്കാം ആദ്യമായിട്ട് ചോദിക്കണല്ലേ കൊടുത്തേക്കാം. എന്തിനാന്നൊന്നും ചോദിക്കുന്നില്ല തന്നേക്കാം. അല്ല നാളെ വിളിച്ചിട്ട് ഞാൻ പറയും ഞാനൊരു ഇന്റർവ്യൂലായിരുന്നു. അല്ല ഇവര് സ്ക്രീൻഷോട്ട് കാണിക്കാൻ പറയുന്നുണ്ട്, ഞാൻ ഇപ്പൊ തന്നെ തിരിച്ചിടാം. ചോദിക്കുമ്പോ 3000 അല്ല ചോദിക്കുന്നതെന്ന് മാത്രം കുറച്ച് അല്ലല്ല കയറ്റി അത് പിടിക്കാം. കുറച്ച് കയറ്റി പിടിക്കണം. എടി, അടുത്തോളം ഞാൻ നീ എനിക്കൊരു 10,000 രൂപ ഇട്ട് തരുമോ? എന്നിട്ട് പറയണ ലാസ്റ്റ് എടി ഞാൻ ഒരു ഇന്റർവ്യൂലായിരുന്നു കേട്ടോ, ഇട്ടൊന്നും എനിക്ക് സ്ക്രീൻഷോട്ട് നല്ല ഐഡിയ പൊന്നു മോനെ. അതെ ഓക്കെ എടുത്തോളൂ. മറന്നില്ലേ? ഇല്ല മറക്കില്ല. അതിനകത്ത് ഒന്നേ ഉള്ളൂ. കുഞ്ഞിതാണുള്ളത്. വണ്ടി കുന്ന് കേറി. അയ്യോ. എന്തായാലും ടാസ്ക് ഉണ്ട്, പറഞ്ഞോ. ഉം. വണ്ടി കുന്ന് കേറി, കുന്ന് വണ്ടി കേറി, വണ്ടി കുന്ന് കേറി, കുന്ന് വണ്ടി കേറി, വണ്ടി കുന്ന് കേറി, പിന്നെ കുന്ന് വണ്ടി കേറി. ഓക്കെ. എന്നാലും ടാസ്ക് തരാം. ടാസ്ക് ഉണ്ട്. അയ്യോ ഈ ടാസ്ക് സീക്രട്ടാ. ഉം. ഏ? അതെന്താ? അയ്യോ ഇതിപ്പോ ഞാൻ എങ്ങനെ മനസ്സിലാക്കും? ഞാൻ അങ്ങോട്ട് വരണം. എന്നൊന്നും കൂടെ വരും, ഞാനൊരു കാര്യം പറഞ്ഞുതരാം, അതുപോലെ ചെയ്താൽ മതി. ഇതൊരു മൂവിയാണ്, ഇത് ആക്ട് ചെയ്ത് കാണിക്കണം. അതാണോ? ഓക്കെ മൂവിയുടെ നെയിം ഇതാ. വാ, ഞാനിതിൽ പുലിയാവാ. നീ ഓക്കെ അല്ലേ? നമുക്ക് ട്രൈ ചെയ്യാം. ഞാൻ ഇനി എങ്ങനെ കാണിക്കും ദൈവമേ? മനസ്സിലായില്ലേ? മൂവി മനസ്സിലായില്ലേ? നോക്കട്ടെ. മോഹൻലാലിന്റെ ഉം. എത്ര ഇതുള്ളതാ? 5 വാക്കോ? വലിയ സിനിമയാണോ? പുതിയതാണോ പഴയതാണോ? പഴയത്. ഒരു മിഡിൽ. ഓക്കെ. ഫസ്റ്റത്തെ വാക്ക് പറയാൻ പറ്റുന്നതാണോ? മുടിയോ? പിന്നെ ബുക്ക്, പുസ്തകം, ദൈവം, ക്രിസ്തു, യേശു, ബൈബിളോ? മുസ്ലിമിന്റെ അള്ള, പിന്നെ റബ്ബ്. അതായത് മുസ്ലിമായിട്ട് ബന്ധപ്പെട്ട സിനിമയാണോ? മോഹൻലാലിന്റെ നായികാരാ? 5 വേർഡും ഉണ്ട്. മുസ്ലിമായിട്ട് ബന്ധപ്പെട്ട മോഹൻലാലിന്റെ 5 വേർഡുള്ള സിനിമയോ? ദൈവമേ. 5 മോഹൻലാൽ അക്ഷരമാണോ? മുസ്ലിമാണോ അതില്? അല്ല. പട്ടാളക്കാരനാണോ? ശത്രുക്കൾ. സഹോദരൻ. 5 അക്ഷരമാണോ അതോ 5 വേർഡ്? അതെ, 5 വേർഡോ? 5 വേർഡ്. അയ്യോ ഇത് തട്ടത്തിൻ മറയത്ത് എന്ന് പറയുമ്പോൾ തട്ടത്തിൻ മറയത്ത് എന്ന് പറയുമ്പോൾ 5 വേർഡ്. അയ്യോ അത്രയും വലിയ സിനിമ ഇങ്ങനെയൊക്കെ ഒരു സിനിമ ഉണ്ടോ ചേട്ടാ? എടി നല്ല ഹിറ്റായ സിനിമയാണോ? അതാണെന്ന് തോന്നുന്നു ഇവരൊക്കെ പിടിച്ചോണ്ട് വന്നത്. നമ്മളെ പെട്ടെന്ന് പിടിച്ചു കളഞ്ഞാലോ? ബുദ്ധി, മനസ്സ്, ഓർമ്മയുടെ വേറെ ആലോചന, ചിന്ത അല്ല. എഴുതുന്നതോ? ബുദ്ധിയോ? ആലോചന? എന്താടാ ഇത്? നായികയുടെ പേരാ പറയാൻ നോക്കുന്നത്. ഓർമ്മയുടെ വേറെ എന്താ? എടാ നീ എന്താടാ ഇങ്ങനെ ഇരിക്കണേ? ഞാൻ ആലോചിക്കുന്നുണ്ട്. ഇവളെന്തീ പറയുന്നേന്ന് Time out ആയി. പറ. നായികയുടെ പേര് പറഞ്ഞുതരാം. ഭാവന. അതെങ്ങനെ അതെങ്ങനെ convey ചെയ്യാൻ ഓർമ്മയായിട്ട് നോക്കിയെന്ന്. ഇതാവുക? എഴുതണമെങ്കിൽ എന്ത് വേണം? മുസ്ലിം എന്തോ ഭാവന വേണോ? അറബിക് എന്താ? ഞാൻ സിനിമയുടെ പേര് പറ കേക്കട്ടെ ഒന്ന്. ഒരു ക്ലൂ മാത്രമേ തന്നുള്ളൂ, ഭാവന. ഓ അതാണോ? ഇനി ആലോചിക്കാം. ഭാവനയുടെ സിനിമ. ഓക്കെ ഇപ്പൊ മുകേഷ് ഉണ്ടോ? മുകേഷ് ഉണ്ട്. അറബി ഒട്ടകവും മാധവനായിരുന്നു. ഓ എന്റെ അമ്മേ. അറബി ഒട്ടകവും മാധവൻ. പി മാധവൻ നായരും. ഇംഗ്ലീഷിലൊക്കെ കൂട്ടിയതാ. നൈസ്. ഏത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെ? എല്ലേ കൊള്ളായിരുന്നു. എൻജോയ് ചെയ്തു. ഓക്കെ ഇനി നമ്മള് സീരിയലിന്റെ വിശേഷങ്ങൾക്ക് തിരിച്ചു വരികയാണെന്നുവെച്ചെങ്കിൽ ഇപ്പൊ ഒരു കുട്ടി എൻട്രി ഉണ്ടായിട്ടുണ്ട്. പുള്ളിക്കാരിയെ കുറിച്ചുള്ള കുഞ്ഞിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ എന്താ? നൈനിക, അതായത് നമ്മുടെ ചന്തുമോൾ. സോ ക്യൂട്ട്. ഷോ ഭയങ്കര ക്യൂട്ട്, ഭയങ്കര പാവം, നല്ല നല്ല ഇതായിട്ടുള്ള കുട്ടിയാണ്. അതായത് അവളുടെ ഏജിനൊത്തതിനെക്കാട്ടിലും
പറയടാ ഇത് പറയുന്നത്. കാരണം അവള് ഒരു കുഞ്ഞെന്ന് പറയുമ്പോ നമുക്കറിയില്ല എത്ര മണിക്ക് ഉറങ്ങും. അവൾ അതൊക്കെ കഴിഞ്ഞ് അവള് നിക്കും, അഭിനയിക്കാൻ വേണ്ടിട്ട് നിക്കും. വേറെ ആരായാലും നിക്കൂല അങ്ങനെ. അവള് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് നിക്കും. കൃത്യമായിട്ട് അറിയാം അവൾക്ക് എന്ത് വേണം എന്ത് വേണ്ട. നമ്മളിങ്ങനെ പറയും നൈനു സങ്കടം എങ്ങനെ, സന്തോഷം എങ്ങനെ, എല്ലാം ഇങ്ങനെ വിത്തിൻ സെക്കൻഡ്സ് ഇങ്ങനെ കാണിച്ചു തരും അവള്. അതുപോലെ അല്ലെങ്കിൽ ഇപ്പോൾ സാധാരണ കുട്ടികളിലൊക്കെ വരുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ അയാളിൽ ശ്രദ്ധിക്കാതെ എവിടേക്കെങ്കിലും ഇപ്പോൾ അതൊക്കെ കറക്റ്റാ. ഇവിടെ ഒരാൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കറക്റ്റ് അവര് പറയുന്നത് കേൾക്കും. അത് കഴിഞ്ഞിട്ട് അടുത്ത ആൾ ഇവിടെ ഡയലോഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. നമ്മൾ നാച്ചുറലി ചെയ്യുന്ന പ്രോസസ്സ് എല്ലാം അവള് ക്യാമറയ്ക്ക് മുന്നിൽ ഇത്രയും ആളുകളുടെ മുന്നിൽ സിമ്പിൾ ആയിട്ട് അവള് ചെയ്യും. അടിപൊളി അവള്. എല്ലാ ക്യാരക്ടറും അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര സസ്പെൻസിലാണ് സീരിയൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതിലിടയ്ക്ക് ഇപ്പൊ അബിയുടെ ഒരു ഇന്റർവ്യൂ വൈറലായിരുന്നു, അത് കണ്ടിട്ടുണ്ടായിരുന്നു? എങ്ങനെയായിരുന്നു റെസ്പോൺസും കാര്യങ്ങളൊക്കെ? ചർച്ച ചെയ്തിരുന്നു അതിനെ കുറിച്ച്? അങ്ങനെ അതൊരു ചർച്ച ചെയ്യാൻ മാത്രമുള്ള ഒരു കാര്യമായിട്ട് ഞങ്ങൾക്ക് ആർക്കും തോന്നിയിട്ടില്ല. അത് ആസ് എ പേഴ്സൺ അല്ലെങ്കിൽ അവരവരുടെ ഒരു ഇതാണത്. ഐ മീൻ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു പ്രൈവസിയും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. അബി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ടാലന്റഡ് ആർട്ടിസ്റ്റാണ്. അതിപ്പോ ഞങ്ങളുടെ ആ ഗ്രൂപ്പിൽ ലക്ഷ്മിയും ഡാൻസറാണ്, അബിയും ഡാൻസറാണ്. പക്ഷെ ലക്ഷ്മി പോലും പല സമയങ്ങളിലും ഡൗട്ട്സ് ആണെങ്കിലും മുദ്രകളാണെങ്കിലും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് അബി എന്ന് പറയുന്നത്. അപ്പൊ അത്രമാത്രം ഒരാൾ ഒരു കാര്യത്തിനോട് ഡെഡിക്കേറ്റ് ചെയ്ത് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ കുറച്ച് കാര്യങ്ങൾ അവരിലേക്ക് ഉണ്ടാവും. അപ്പോൾ മേ ബി ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ നടത്തത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ബോഡി ലാംഗ്വേജിലൊക്കെ അതുണ്ട്. അപ്പൊ അതിന് നമുക്ക് ഒരിക്കലും അത്രേ ഉള്ളൂ. അപ്പൊ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അതൊരു ഇത്ര കാലമായിട്ട് എങ്ങനെ മൈൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമായി തോന്നണല്ലോ. ഞങ്ങൾക്ക് അതൊരു പ്രശ്നമായി തോന്നിയിട്ടില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ അടുത്ത് എങ്ങനെയാണോ ഒരു നോർമൽ അങ്ങനെ തന്നെയാണ്. പിന്നെ ഓരോ ആളുകൾക്കും ഇപ്പൊ ഞാൻ സംസാരിക്കുമ്പോൾ എല്ലാരും പറയും ഇപ്പോ വള്ളുവനാടൻ സ്ലാങ് ആണ്, അപ്പൊ നമ്മൾ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ടാണ് സംസാരിക്കുക. അത് പലപ്പോഴും ട്രോള് കേട്ടിട്ടുണ്ട്, പ്രശ്നങ്ങളായിട്ട് ഇതായിട്ട്. ഇവിടെ സംസാരിക്കുമ്പോൾ ഞാൻ ട്രിവാൻഡ്രം സ്ലാങ് സംസാരിക്കുമ്പോൾ ഞാൻ കളിയാക്കിയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ ഇവിടെ പറയുന്ന അങ്ങനെ ഓരോ ആൾക്കാർക്കും ഓരോ രീതിയാണ്. അപ്പൊ അതിനങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് ആരും ഇപ്പൊ ഈ 5 ഫിംഗേഴ്സും ഒരുപോലെയല്ലോ. അതുപോലെ തന്നെയാണ് നമ്മുടെ മനുഷ്യന്മാരും. ഓരോ ആളുകൾക്കും ഓരോ പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. അങ്ങനെ കണ്ടാൽ മതി അതിന്. അപ്പൊ ഞങ്ങൾക്കൊരിക്കലും അതൊരു വലിയ ഇതായിട്ട് തോന്നിയിട്ടില്ല. അബിയുടെ ആ ഒരു ഇന്റർവ്യൂ വൈറലായി എങ്ങനെ, അത് എന്തുകൊണ്ടാണ് അങ്ങനെ ആയി അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഇത് വന്നതെന്നുള്ളത് നമുക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അത് മാറും. നമ്മുടെ സൊസൈറ്റിയുടെ ഒരു കാര്യമാണത്. കുറച്ച് കഴിയുമ്പോൾ ഇതിന്നൊക്കെ ഇതുപോലെ ഒന്നും ആയിരുന്നില്ലല്ലോ, എത്രയോ മാറ്റങ്ങൾ വന്നു. ഇനി മാറും, സൊസൈറ്റി ഇനി മാറും. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സീരിയൽ വിശേഷങ്ങൾ. ഇപ്പൊ എത്ര എപ്പിസോഡായി? 675. 675. എത്ര വരെ പോവായിരിക്കും? 1000-ന് മുകളിൽ എന്തായാലും ക്രോസ് ചെയ്യും എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. അപ്പൊ എങ്ങനെ ഇനി വരാൻ പോകുന്ന ആ എപ്പിസോഡിന് മുന്നേ പറയാറില്ലേ പ്രേക്ഷകർ കാത്തിരിക്കുന്ന അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ഇട്ടിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം? ആരാ കൊടുക്കുന്നത്? എന്നാ 3 പേരും കൂടെ പറഞ്ഞാലും കുഴപ്പമില്ല, ചില്ലായിക്കോട്ടെ. നന്ദു അനാമികയുടെ കള്ളത്തനങ്ങൾ പിടിക്കുമോ? അനിയും നന്ദുവും തമ്മിൽ ഒന്നിക്കുമോ? അനാമിക അതിന് സമ്മതിക്കുമോ? ഓക്കെ, അപ്പൊ ഇതൊക്കെ നമുക്ക് കാണാം.